അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 ടൈമൊക്കെ ആയപ്പോൾ എണീറ്റൊക്കെ ചെയ്തു, ചായ വെച്ചു, അങ്ങനെ ബ്രെഡ് റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ സ്വത്തുട്ടി ആണെങ്കിലും എൻ്റെ കൂടെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ചായയൊക്കെ കുടിച്ച് ബ്രെഡ് റോസ്റ്റ് ഒന്നും കഴിച്ചൊന്നുമില്ല, ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ആ ജലദോഷമാണ്, ചെറുതായിട്ട് മേലൊക്കെ ചുടുന്നതിന് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പണികളൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ചോറ് വയ്ക്കാനായിട്ട് നോക്കാൻ കേട്ടോ. ചോറാണെങ്കിൽ നമ്മുടെ റേഷൻ കടയിലത്തെ വെള്ളരി ഉണ്ട്, അതാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോളും. പക്ഷേ ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ, എന്താണെന്നറിയില്ല, ചോറ് വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് കേടുവരാറുണ്ട് കേട്ടോ. ആദ്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ വൈകുന്നേരത്ത് വെച്ച് തന്നെ രാത്രി ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഈ തണുപ്പ് കാലത്ത് ആദ്യമായിട്ടാണ് ഇവിടെ കേടുവരാറ്, എന്താണെന്നറിയില്ല. ചൂടുള്ള സമയത്തൊക്കെ രാവിലെ വെച്ച് ചോറ് കഞ്ഞിയൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്ത് തിളപ്പിക്കാറുണ്ട്. ചോറൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിച്ച് അങ്ങനെ ഊറ്റാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ തണുപ്പ് കാലത്ത്, ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ അധികം അങ്ങനെ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ചൂടാക്കി കഴിക്കണവരുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണോ എന്താ അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ശരിക്കും ആ ചോറിലത്തെ വെള്ളം വാരാണ്ട് നമ്മൾ വാർത്ത് വയ്ക്കുമല്ലോ, അത് കാരണം തോന്നുന്നത്. എന്നും നമുക്ക് നാശാവാറൊന്നുമില്ല, ഇടയ്ക്കിട്ടാ അങ്ങനെ നാശാവാറുണ്ട്. അപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ സ്വത്തുട്ടിക്കുള്ള കഞ്ഞിയാട്ടോ. അവന് ഈ ചോറ് കൊടുക്കാറില്ല. ഈ ചോറ് കഴിച്ചാലും വലിയ കാര്യമൊന്നുമില്ലല്ലോ, നമ്മുടെ ശരീരത്തേക്ക് ഒന്നും വലിയ ഇതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പൊടിയരിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പൊടിയരി ഇപ്പോൾ കഞ്ഞിയായിട്ട് കുടിക്കുമ്പോൾ അവൻ ഇച്ചിരി കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊടിയരിയായിട്ടോ കൊടുക്കുന്നത്. 2 വർഷം മുന്നൊക്കെ ചോറിനാറായ സമയത്തൊക്കെ പറഞ്ഞ പോലെ, ഇപ്പോൾ സ്വത്തുട്ടിക്ക് 3.5 വയസ്സായി കേട്ടോ. ഏകദേശം ഒരു 1.5 വർഷം മുന്നേ നമ്മൾ ചോറൊക്കെ കൊടുക്കുമ്പോൾ ആൾ കഴിക്കില്ലായിരുന്നു കേട്ടോ, തുപ്പി കളയലൊക്കെയാണ്. പിന്നെ അമ്മയാണ് പറഞ്ഞത് ഈ ഇടയ്ക്ക് പൊടിയരി കൊടുക്കുക, അപ്പോൾ കഞ്ഞി കുടിക്കുമല്ലോ, അതെങ്കിലും വയറ്റി ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോൾ ആൾ അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഡെയിലി ഞാൻ അവന് ഈ കഞ്ഞിനെ കൊടുക്കാറ്. അതിൻ്റെ ഇടയിൽ കൂടെ വല്ല വെജിറ്റബിൾസോ അല്ലെങ്കിൽ പപ്പടം കൊടുക്കും, അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് കൊടുക്കും, അല്ലെങ്കിൽ വല്ല ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ 3 നേരം കഞ്ഞി കൊടുക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ 2 നേരം കഞ്ഞി കൊടുത്തിട്ട് ഉച്ച സമയത്ത് ചോറ് കൊടുക്കും. വീട്ടിലുണ്ടെങ്കിൽ, അംഗൻവാടി പോവുകയാണെങ്കിൽ രാവിലെ ഞാൻ മസ്റ്റായിട്ട് കഞ്ഞി കൊടുക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് അവിടുത്തെ കഞ്ഞി കുടിക്കുമല്ലോ. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചോറ് കൊടുക്കും, അല്ലെങ്കിൽ വല്ല ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കഞ്ഞി കൊടുക്കും, അല്ലെങ്കിൽ ചോറ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നും ഒരേപോലെ ഒന്നല്ല. പിന്നെ നമ്മൾ ഉണ്ണികൾക്ക് എന്താ കൊടുക്കേണ്ടത് ആകെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അവർ വെജിറ്റബിൾസ് കഴിക്കുന്നതും വളരെ കുറവായിരിക്കുമല്ലോ. അവന് ഈ പറഞ്ഞ പോലെ മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് കഴിച്ചോളും കുറേശ്ശൊക്കെ. പിന്നെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പടം കൂട്ടിയിട്ട് അവൻ കഞ്ഞി കുടിച്ചോളും, അവന് പപ്പടം മതി. പിന്നെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മത്തി പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ മത്തി ഒന്നും അങ്ങനെ കിട്ടാറില്ല, അത് കാരണം വാങ്ങിക്കാറുമില്ല. പിന്നെ ഈ മഴക്കാലത്ത് നന്നാവില്ല എന്നൊക്കെ പറയാറ് ചേട്ടാ, അപ്പോൾ അത് കാരണം അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വത്തുട്ടിയുടെ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വർത്തമാനത്തിൻ്റെ ഇടയിൽ അത് പറയാൻ വേണ്ടി മറന്നുപോയി. പിന്നെ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് എന്തോ ഒരു അസംതൃപ്തിയാണ്, എനിക്ക് ഇങ്ങനെ കച്ചറയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ. സംഭവം ഞാൻ തന്നെയാണ് അങ്ങനെ ആക്കണത്, പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോഴേ, അതായത് നമ്മളിങ്ങനെ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തലേദിവസം വയ്യാണ്ടിരിക്കും നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് കിടക്കുക. പക്ഷേ നമുക്ക് വേറെയും പണികളുണ്ടല്ലോ, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വലിയ നീറ്റായിട്ട് ഇരുന്നു, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ അമ്മമ്മയുടെ സ്വഭാവം എനിക്ക്, അതായത് പാത്രം കഴുകിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തുടച്ചുകൊണ്ടിരിക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ അമ്മമ്മ എങ്ങനെയാണ് കേട്ടോ. അമ്മമ്മ വീട്ടിൽ പ്രത്യേകിച്ച് വീട്ടിലത്തെ പണികളും കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അമ്മമ്മ ഏലി പറഞ്ഞ പോലെ നീറ്റാക്കിയിട്ട് ഇടും, അതായത് അടിച്ചു വാരിയിട്ടുകൊണ്ടിരിക്കും. പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ അങ്ങനെ കഴുകിയിട്ടിരിക്കും, അങ്ങനെ എപ്പോഴും ഇല്ല പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് കാണുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിയാണെങ്കിൽ ഇതാ എൻ്റെ കൂടെ അടുക്കളയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് നിന്നിട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കാൻ വീട്ടിലൊന്നും ഇല്ല. സംഭവം കടലുണ്ട്, പക്ഷേ കടല ഇന്നലെ വെച്ചത് കുറച്ച് കടലക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. കടല എന്തോ കഴിക്കാൻ വേണ്ടി തോന്നണില്ല. മിക്ക ദിവസങ്ങളിലും കടല പയറൊക്കെ ആയിരുന്നു. ഒരിടയ്ക്ക് ഫുള്ള് സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കടലപ്പയറൊക്കെ ആയപ്പോൾ കുറച്ച് മട്ടി തുടങ്ങി. ഒരിടയ്ക്ക് മീനായിരുന്നു ഫുള്ളുള്ളത്. അപ്പോൾ മീൻ മട്ടി തുടങ്ങിയപ്പോഴാണ് കടലപ്പയറിലേക്ക് കിടന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ ഇൻഡക്ഷനിലാണ് വെക്കാറ്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഞാൻ വെക്കാറ് കേട്ടോ. പിന്നെ അത്
ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലത്തിലേക്ക് ഞാൻ പകർത്തിയിട്ട് അങ്ങനെ വാർത്തി വയ്ക്കുകയാണ് പതിവ്. ഈ സ്വിച്ച് ബോർഡ് നാശമായി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഇൻഡക്ഷനൊക്കെ ശരിക്കും ഇവിടെയാണ് വെക്കാറ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ചെതൽ വന്നിട്ട് വയറൊക്കെ ചെതൽ കടിച്ചിട്ടേ ആകെ ഇതായിക്കയറുന്നുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ആകെ കത്തിപ്പോണ പോലെ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അത് നമ്മൾ ട്രിപ്പ് നമ്മൾ ഓഫാക്കിയിടില്ലേ, അങ്ങനെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ ഈ സംഭവത്തിൽ കറണ്ടൊന്നും ഇല്ല, അത് ജസ്റ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കണം. അതിൽ നമ്മൾ കുറച്ച് ഹിറ്റൊക്കെ അടിച്ചു കൊടുത്ത് അതിലത്തെ ഈച്ചകളും പ്രാണികളും ചെതലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ഒഴിവ് നോക്കിയിട്ട് അവർ വരും, നേരാക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, വിശേഷങ്ങൾ എന്ന് പറയാം. ഇതൊരു കൊച്ചു കുടുംബമാണ് കേട്ടോ. ഞാനും എൻ്റെ കുട്ടിയും എൻ്റെ ചേട്ടനും മാത്രം അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ ഒരു വീട്ടിലുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഭയങ്കര കുറവായിരിക്കും കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളും പാചകവും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതേ മീൻകാരൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ മേടിച്ചു. ഇത് ചൂരക്കുട്ടിയോ എന്തോ ഒരു പേര് പറഞ്ഞു. സംഭവം മുള്ളൻ്റെ പോലെയും പിന്നെ അതേപോലെ അയിലയുടെ ഒരു ഇതൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്തോ ടേസ്റ്റ് എനിക്ക് രണ്ടിലും പെടാത്ത പോലെ എനിക്ക് തോന്നിയിട്ടാ. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം രാവിലത്തെ പണികളൊക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡായിരിക്കും കേട്ടോ എൻ്റെ മൈൻഡിലുണ്ടായിരിക്കുക. പക്ഷേ നമ്മൾ തലേ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കുറേ പണികൾ എളുപ്പത്തിൽ നമ്മൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. പക്ഷേ മെയിനായിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കിങ്ങൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ സ്വത്തട്ടിക്കുള്ള ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വത്തട്ടിക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് മുട്ട കൊടുക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് പപ്പടം. ഇപ്പോൾ സ്ഥിരമായിട്ട് പപ്പടം മുട്ടയാണ് കൊടുക്കുന്നത് കേട്ടോ. മുട്ടയാണെങ്കിൽ അവ അങ്ങനെ കഴിക്കാറ് പോലും ഇല്ല. ഇപ്പോൾ ഈ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ടാണ് കുറച്ച് കഴിക്കണം. അതാണെങ്കിൽ നമുക്ക് നാടൻ മുട്ട കിട്ടാനും ഇല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വത്തട്ടിക്കുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വത്തട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്വത്തട്ടി TV കണ്ടിട്ടും ഫോൺ കണ്ടിട്ടൊക്കെയാണ് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർത്താനൊക്കെ പറയുകയൊക്കെ ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് കഴിക്കുക കേട്ടോ. ഈ കടന്ന് തൂങ്ങി ആടി കളിക്കുന്ന മണി പ്ലാന്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഫ്ലിപ്കാർട്ടല്ല, മീഷോന്ന് മേടിച്ചാൽ തോന്നുന്നു. സംഭവം 110 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളിയായി ഞാൻ കിച്ചണിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ TV വയ്ക്കുന്നിടത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മണി പ്ലാന്റ് ഡെക്കറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ വെക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിതാ സ്വത്തട്ടി കഞ്ഞി കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഞാൻ കഞ്ഞി കുടിച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്ത പരിപാടി എനിക്ക് കറി വെക്കണം. കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് തേങ്ങ പൊതിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ചെറിയൊരു ടൂറിന് പോയിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടിയിട്ട്. ആദ്യം ഞാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ വിചാരിച്ചു ആ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴൊക്കെ തന്നെ അവർക്ക് പറ്റുള്ളൂ, നമുക്ക് പറ്റുന്ന പോലെ അവർക്കും പറ്റത്തുള്ളൂ. കാരണം കുറേ കഴിഞ്ഞ് ഇനി എല്ലാവരും അവരവരുടെ വഴിക്കായിട്ട് ഓരോ കുടുംബമൊക്കെ ആയിട്ട് പോട്ടെ. എല്ലാവർക്കും കുടുംബമൊക്കെ ഉള്ളവരെ 2-3 ചേട്ടന്മാർ മാത്രം ബാച്ചിലേഴ്സ് ആയിട്ട് നടക്കുന്നവരേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുടുംബമൊക്കെ ഉള്ളവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ നാളികേരത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ ഒന്നും നോക്കിയില്ല, എനിക്ക് പൊതിച്ചൊക്കെ തന്നു കേട്ടോ. പിന്നെ എനിക്ക് ചിരകണ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് പ്രസവത്തിന് ശേഷമാണ് നടുവേദന എന്നുള്ളൊരു സംഭവം വന്നത്. എല്ലാ സ്ത്രീകൾക്കും അതേപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് അല്ലേ. കാരണം ശരിക്കും റെസ്റ്റ് എടുക്കാതെയോ അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര വേദനയാണ്. ചില സമയത്ത് ശരിക്കും പ്രസവ വേദന ഉണ്ടാവില്ല, ആ സമയത്തുള്ള ചെറിയൊരു വിങ്ങലൊക്കെ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ ഈ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊക്കെ കൂട്ടണം എന്നുള്ളൊരു കൊതി കൊണ്ടൊക്കെ നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ തന്നെ ചെയ്യും. വേറെ ആര് ചെയ്ത് തരാനും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഈ താഴത്തിരുന്നിട്ട് ചിരകണതിന് പകരമായിട്ട് നിന്നിട്ട് ചിരകണ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഒക്കെ മേടിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യണം. ചില കാണാറുണ്ട് കേട്ടോ, ഞാൻ ചില വീടുകളിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതെന്തായാലും മേടിച്ചിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യണം, അതാ പറ്റില്ല. പിന്നെ ചേട്ടന് ഈ അടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഈ ചിരകാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്കങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. എനിക്ക് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ ചിരകണ പരിപാടി എനിക്ക് പറ്റില്ല. കാരണം നല്ല പെയിനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനത് ഇങ്ങനെ പിന്മാറി ബാക്കോട്ട് ഇങ്ങനെ നീങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് വറക്കുന്നുണ്ട്. നമ്മൾ വറുത്തിട്ടുള്ള തേങ്ങ നമ്മൾ കറിയിൽ ഒഴിക്കുകയാണെങ്കിൽ കറി കേടുവരില്ല എന്നാണ് പറയുക, തേങ്ങ അരച്ചിട്ടുള്ള കറി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടുന്നുണ്ട്. പിന്നെ കറി വയ്ക്കാനായിട്ട് നോക്കാൻ കേട്ടോ, മീൻ കറി വയ്ക്കാനായിട്ട്. പിന്നെ കറി നമ്മൾ കൂട്ടോ കുറയ്ക്കോ അളവിൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വെക്കുന്ന പോലെ തന്നെ വെക്കണുള്ളൂ. സംഭവം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, ഞാൻ തന്നെയാണ് കറിയും ചോറൊക്കെ വെക്കുന്നുള്ളൂ. ചോറ് ഞാൻ എനിക്കായിട്ടുള്ളത് പോലെ തന്നെ വെച്ചിട്ടുള്ളൂ.
പക്ഷേ കറി ഞാൻ നാളത്തേക്കും കൂടി അഡീഷണലായിട്ട് വെക്കുന്ന പോലെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തേക്കും കൂടി നമുക്ക് കറി ആവുമല്ലോ. നാളെ പ്രത്യേകിച്ച് അങ്ങനെ വാരി വലിച്ച് അങ്ങനെ എല്ലാ കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വല്ല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കറി സാധാരണ നമ്മൾ വെക്കണ പോലെ തന്നെ വെക്കുന്നത്. പിന്നെ മീൻ കറി പ്രത്യേകിച്ച് കേട് വരില്ല. പിന്നെ തേങ്ങ അരച്ചത് കാരണം കുറച്ച് ഇത്തിരി കേട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും നാളത്തേക്കും കൂടി കറി വെക്കുന്നുണ്ട് കേട്ടോ. സ്വത്തുട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ടി വി വെച്ച് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. വെയ്യാത്ത ആൾക്ക് ഇങ്ങനെ ജലദോഷമൊക്കെ വന്നാലും പനി വന്നാലും ആൾ ഭയങ്കര ആക്റ്റീവൊക്കെ ആയിരിക്കും. പക്ഷെ നല്ലോണം വെയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ചിത്തിരി ഒടിഞ്ഞ പോലെ ഉഷാറൊന്നും ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ കുറച്ചിത്തിരി ഉഷാറ് കുറവ്, മുഖത്തൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഉഷാറ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഞാൻ ചിത്ത പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വെയ്യായ വന്ന സമയത്ത് ഇപ്പോൾ കുറച്ചിത്തിരി ഭേദം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉഷാറും എല്ലാ കാര്യങ്ങളും ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം അതങ്ങോട്ട് ആ പനിയോടുകൂടി അവരത് കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ സമയത്ത് ചീത്ത പറയുമെന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെല്ലാം തളർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ചീത്ത പറയും, കുറേശ്ശെ സമാധാനിപ്പിക്കും, അങ്ങനെയൊക്കെ കേട്ടോ. അല്ലാണ്ട് നമുക്കിപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നിന്നിട്ട് നമുക്ക് അവരെ തീറ്റിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ചെറിയ ചീത്തയും ചെറിയ ലാളനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകട്ടെ. ഇപ്പോൾ സ്വത്തൊട്ടിക്കാണെങ്കിൽ ഇപ്പോൾ പനിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതലും കഞ്ഞിയാട്ടോ കൊടുക്കാറ്. കഞ്ഞി കൊടുത്താലാണല്ലോ ഇപ്പോൾ അവരുടെ ശരീരത്തിലേക്ക്. അപ്പോൾ നമുക്കായാലും പനിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര, അതായത് വായിക്കുന്ന ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ പരമാവധി ചോറ് അങ്ങനെ കൊടുക്കില്ല കേട്ടോ. ഈ കഞ്ഞി കൊടുക്കും. ഇപ്പോൾ പൊടിയരി ഉള്ള കാരണം പൊടിയരി കുറച്ച് അരിയും, അതായത് കുറച്ച് ചോറും കുറച്ചിത്തിരി വെള്ളം കൂടുതലായിട്ടുള്ള രീതിയിൽ അങ്ങനെ കേട്ടോ കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കിട്ടും, വറ്റും കിട്ടും. അങ്ങനെയുള്ള രീതിയിൽ കുറേശ്ശെ അങ്ങനെ കൊടുക്കും. 2 ദിവസം മുന്നേ സ്വത്തട്ടിക്ക് ചെറിയ ജലദോഷം വന്നതാണ് കേട്ടോ. അപ്പോൾ ജലദോഷം എന്ന് പറയുന്നത് എവിടുന്നാ, നമ്മൾ പുറത്തേക്ക് പോയിട്ടില്ല, മഴ കൊണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എവിടുന്നോ തുമ്മലൊക്കെ വന്നു. തുമ്മിയിട്ട് പിന്നെ മൂക്കുന്ന് വെള്ളം നിൽക്കാതെ. പിന്നെ സൺഡേ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളെ സ്ഥിരം ഡോക്ടർ കേട്ടോ. ആൾ സൺഡേ ഇല്ല, ശനി സൺഡേയും ലീവാണ്. ഞങ്ങൾ ശനിയാഴ്ച സൺഡേ അങ്ങനെ പോകാറില്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവിടെ പോയപ്പോൾ ലീവാണ് ആൾ. ലീവല്ല കേട്ടോ, സോറി, ശനി ഞായറും നോക്കില്ല വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ മിക്കവാറും വീട്ടിലേക്ക് തന്നെ കേട്ടോ പോവാറ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. ആ ഡോക്ടർ പോണ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഫാർമസിയിൽ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആ ഡോക്ടറുടെ മരുന്നൊന്ന് എഴുതി തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ അവർ, പിന്നെ നമ്മുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയും കൂടി ആ ഫാർമസിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ പനിക്കും പിന്നെ മൂക്കെന്നുള്ള വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രോപ്സൊക്കെ തന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ കൊടന്ന് മൂക്കിലൊക്കെ ഒഴിച്ച് കൊടുത്തു. പനിയുടെ പിന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്, അതായത് സ്വത്തട്ടിക്ക് ചെറിയൊരു പനി ചൂട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പാരസെറ്റമോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തിട്ട് സ്വത്തട്ടി ഇപ്പോൾ ഉറങ്ങുകയാണ് കേട്ടോ. ഉറങ്ങിയതിന് ശേഷമാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഇത്ര നേരം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആൾ ഉഷാറൊക്കെ ആയിട്ട് ഇരുന്നു. പക്ഷേ ചെറിയ ചൂട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് മരുന്ന് കൊടുത്തു, ഇപ്പോൾ കിടക്കുമ്പോഴും മരുന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ മസാല പുരട്ടി വെക്കാൻ കേട്ടോ. ഇതുണ്ട് ഈ മീനിൻ്റെ രൂപം ഇങ്ങനെ വരുന്നത്. സംഭവം അയില പോലെ ഉണ്ട്, മറ്റേ മുള്ളനെയും പോലെ ഉണ്ട്. സംഭവം രണ്ടിൻ്റെ ടേസ്റ്റും അല്ല, ഒരു വെറൈറ്റി ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താ, ചൂരക്കുട്ടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ മീൻ വറുക്കലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടിച്ചു വാരി തുടക്കുക എന്നുള്ളൊക്കെ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് വിളക്കത്തേണ്ട സമയത്താണ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇനി വലിച്ച് നീട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെറിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. ചില വീഡിയോസിൽ വരും, പക്ഷെ ഇതിൽ ഞാൻ ഇടുന്നില്ല. അപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും